നാവിൽ മധുരം കിനിയുന്ന നല്ല ഹെൽത്തിയായ തേൻ നെല്ലിക്ക. ഇതിന്റെ കയ്പും പുളിപ്പും മധുരം ഒക്കെ ചേർന്നുകൊണ്ടുള്ള ആ ഒരു രുചിയുണ്ടല്ലോ, അത് കഴിച്ചു തന്നെ അറിയേണ്ടതാണ്. അപ്പൊ ഈ തേൻ നെല്ലിക്ക തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം നെല്ലിക്ക നന്നായിട്ടൊന്ന് കഴുകി വാരി വെച്ചതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നെല്ലിക്കയുടെ 4 വശങ്ങളും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. കാരണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ശർക്കരപ്പാനിയുടെയും മറ്റും ഫ്ലേവർ ഉണ്ടല്ലോ, അത് നെല്ലിക്കയിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കുത്തി കൊടുക്കുന്നത്. അങ്ങനെ നെല്ലിക്ക എല്ലാം തന്നെ ഇതേ രീതിയിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായി നമ്മൾ ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ച് വെള്ളം തിളച്ചു തുടങ്ങുമ്പോഴേക്കും ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിന് മേലെ ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ശേഷം അടപ്പ് ഉപയോഗിച്ച് അടച്ച് കുറഞ്ഞത് ഒരു 5 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ ഈ പറഞ്ഞ 5 മിനിറ്റിനുള്ളിൽ തന്നെ നെല്ലിക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വശത്തേക്ക് മാറ്റാം. ഇനി മറ്റു പ്രധാന ചേരുവകൾ കൂടി ഒന്ന് നോക്കാം. 3 ഏലയ്ക്ക, 12 കുരുമുളക്, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട. ഇവ 4ഉം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വെക്കാം. ഒപ്പം തന്നെ 300 ഗ്രാം ശർക്കര 100 ml വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ശർക്കര പൂർണ്ണമായും അരിഞ്ഞു വരുമ്പോഴേക്കും അരിച്ചതിലെ മണ്ണോ പൊടിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് മാറ്റിയതിനു ശേഷം നമുക്കിത് തേൻ നെല്ലിക്ക തയ്യാറാക്കാൻ പാകത്തിന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ള കടായിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതോടൊപ്പം തന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച നെല്ലിക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ ചേർത്ത് കൊടുത്ത ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ചെറിയ തോതിലൊന്ന് തിളച്ചു തുടങ്ങുമ്പോഴേക്കും നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ച കറുവപ്പട്ട, ഏലയ്ക്ക, ആ വക ഐറ്റംസ് എല്ലാം കൂടി ചേർത്ത് വീണ്ടും ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ ശർക്കരപ്പാനി തിളച്ച് വരുന്നത് വരെയും തുടർച്ച ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് ഒരു തേൻ പരുവം, അതായത് നൂൽ പരുവമായി കിട്ടുന്നത് വരെയും ഈ പറഞ്ഞതുപോലെ തുടരെ ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഇപ്പൊ ഈ ശർക്കരപ്പാനി തിളച്ച് നൂൽ പരുവമായിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ ഒന്ന് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, ശർക്കരപ്പാനി ഒട്ടി നൂല് പോലെ വലിഞ്ഞു വരുന്ന ഈ ഒരു പരുവത്തെയാണ് നമ്മൾ നൂൽ പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒരു വശത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ചൂടാറി കഴിയുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേൻ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നല്ല ഹെൽത്തിയായ ടേസ്റ്റിയായ തേൻ നെല്ലിക്ക റെഡിയായി. ഇത് ഈർപ്പം ഒട്ടുമില്ലാത്ത ഒരു എയർ ടൈറ്റ് ജാറിലാക്കി സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ആഴ്ചകളോളം ഉപയോഗിക്കാം. പിന്നെ ഈ തേൻ നെല്ലിക്ക എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്പൂൺ ഉണ്ടല്ലോ, അതിലും ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിലും ഈ തേൻ നെല്ലിക്ക വളരെ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.